ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളുടെ ഡൊണക്കൽ ട്രിപ്പ് പാർട്ട് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നും നോക്കില്ല, ഞങ്ങളൊരു ദിവസം രാവിലെ 7:30 ആയപ്പം എല്ലാവരും കൂടെ തീരുമാനിച്ചു ഡൊണക്കലിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഡൊണക്കലിൽ പോകാൻ ഇറങ്ങി. ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല കിഡ്ലോസി പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ പോയത്. എന്റെ സ്നേഹിതയാണ് നീ, കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സ്ഥലങ്ങൾ, സീനറീസൊക്കെ കാണാനുണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകാവുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിർത്താനുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്, കാണാനുള്ള ചെറിയ ചെറിയ എന്താ പറയുക ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പോകേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങേണ്ടി വരും. ഞങ്ങൾ ഇറങ്ങിയ പോലെ 7:30 ഇറങ്ങിയാൽ പോരാ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയ 2-3 സ്പോട്ടുകളൊക്കെ കണ്ടു. അവിടെ ഞങ്ങളിങ്ങനെ ഇറങ്ങി ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവർക്കും ഒന്ന് നടന്ന് വൃത്തിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നടന്നാൽ കൊള്ളാം തോന്നിയത്. കാരണം ഒരുപാട് നേരം വണ്ടി തന്നെ ഇരിക്കുന്നു. അത് മാത്രമല്ല, ഒന്ന് ബാത്റൂമിലും പോകണം. അപ്പം ഞങ്ങൾ ഒന്നും നോക്കിയില്ല, തൊട്ടടുത്ത് കണ്ട സ്ഥലത്തേക്ക് വണ്ടിയൊക്കെ തിരിച്ചു. വണ്ടി അവിടെ എത്തി. ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ അത് ഓപ്പണല്ല. എന്തോ ഇന്നത് ഓപ്പണല്ല. അങ്ങനെ ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു പെട്രോൾ പമ്പ് കിട്ടി. എന്നാൽ പിന്നെ അവിടെ കയറി ഒന്ന് ഫ്രഷായി എന്തെങ്കിലും ഒരു ടീയോ കോഫിയോ കുടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ബാത്റൂമിൽ പോകേണ്ടവരൊക്കെ അവിടെ ബാത്റൂമിൽ പോയി ഞങ്ങളൊരു ടീയൊക്കെ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ബില്ലടിക്കാൻ പോകുമ്പോഴാണ് സംഭവം യൂറോ മാറി പൗണ്ടായ കാര്യം ഞങ്ങൾ അറിഞ്ഞത് ഗൈസ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ പോകുന്നത് നോർത്തേൺ അയർലൻഡ് ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ കിലോമീറ്റർ മാറി മൈലായപ്പോൾ ഞങ്ങളതിനെ ശ്രദ്ധിച്ചില്ല. പക്ഷേ യൂറോ മാറി പൗണ്ടായപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു സംശയം. നോക്കുമ്പം എല്ലായിടത്തും പൗണ്ടാണ്. നമ്മുടെ കയ്യിൽ പൗണ്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള യൂറോ വെച്ച് ഞങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും കോഫിയൊക്കെ കുടിച്ച് റിഫ്രഷ് ചെയ്ത് പതുക്കെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പം ഒരു ചെറിയ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തി, അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി വ്യൂ ആണ്. ചെറിയൊരു തടാകം പോലെ ഒരു സ്ഥലവും അതിനുള്ളിൽ ചെറിയ അരണ്യങ്ങളും കാര്യങ്ങളും ചെറിയൊരു ചെറിയൊരു പാലം പോലെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കേണ്ടവർക്ക് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സീനറിയാണ്. കാരണം അധികം സമയമില്ല നമ്മുടെ കയ്യിൽ. നമുക്ക് സീക്രട്ട് വാട്ടർഫാൾ കാണണം, സ്ലീവ് ലേക്ക് കാണണം എന്നൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ സീക്രട്ട് വാട്ടർഫാളിലേക്ക് ഇനിയും പോകണം 1 മണിക്കൂർ കൂടെ. അപ്പോൾ ഞങ്ങൾ എല്ലാം ഒന്ന് ഓടിച്ച് ഇങ്ങനെ കണ്ടു. അതിനുശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ തിരിച്ചു. അപ്പം വീണ്ടും അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. പക്ഷെ പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെയല്ല, നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്, നല്ല വ്യൂവും സീനറിയുമാണ്. അപ്പം നേരത്തെ ഇറങ്ങി പതുക്കെ യാത്ര ചെയ്ത് ട്രിപ്പ് എൻജോയ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഒക്കെ പറ്റിയ ഒരു നല്ല ഡ്രൈവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പം ചെറിയൊരു ഹാർബർ കണ്ടു. ഒന്നും നോക്കിയില്ല, ഒന്നും കൂടെ അവിടെ ചവിട്ടി. ഒരുപാട് ഷിപ്പുകളുണ്ട്, ചെറിയ ചെറിയ ഷിപ്പുകളാണ്. പിന്നെ അവിടെ എന്ത് ഹാർബറാണെന്ന് അറിയില്ല, ഫിഷിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് തത്തി കളിച്ച് ഒന്ന് കറങ്ങി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ കൂടെ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ നമ്മുടെ സീക്രട്ട് വാട്ടർഫാളിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് കുറച്ചും കൂടെ മേലോട്ട് പോയ പാർക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ കാണുന്ന ഈ സൈഡിൽ കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് അവിടെ ഓൾറെഡി കുറച്ച് വെഹിക്കിൾസൊക്കെ നിർത്തിയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ അങ്ങോട്ട് പാർക്ക് ചെയ്തു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. താഴോട്ട് ആ കാണുന്ന അവിടം വരെ നടക്കണം. അത് മാത്രം പോരാ, സീക്രട്ട് വാട്ടർഫാളിലേക്ക് വീണ്ടും നടക്കണമെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ ഞങ്ങളൊന്നും നോക്കിയില്ല, എല്ലാവരും കൂടെ വെച്ച് പിടിച്ചു. അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ആൾക്കാർ തള്ളി തുറന്ന് അങ്ങോട്ട് ഉള്ളിൽ കയറി. നിങ്ങളെ സ്വന്തം റിസ്കിൽ പോകണമെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും തുറന്ന ഗേറ്റല്ലേ, അതങ്ങ് അടച്ചേക്കാന്ന് വിചാരിച്ച് അത് അടച്ചു. എല്ലാവരും കൂടെ ചറപറ താഴോട്ട് ഓടുകയാണ്. ഞങ്ങൾ പോയ സമയത്ത് നല്ല വഴുക്കലുള്ള സമയമായിരുന്നു, അതുകൊണ്ട് സൂക്ഷിച്ച് താഴോട്ടിറങ്ങണം. അങ്ങനെ ഞങ്ങൾ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടെ താഴോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട്, എന്തായാലും കുഴപ്പമില്ല. നല്ല കിഡലും വ്യൂ ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോഴറിയാം, സൂപ്പർ സീനറി. ഇപ്പുറത്ത് കളറുകളൊക്കെ അടിച്ച നല്ല കിടലും ചെമ്മരിയാടുകളുണ്ട്. അവരോട് ഇങ്ങനെ വർത്തമാനം പറയാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ അവർ നിന്ന് തന്നില്ല, ഓടിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ വലിയ ബൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിക്കൊണ്ട് വരുന്നത്, എന്നാലും കുഴപ്പമില്ല, വീഴാതെ താഴേക്ക് കിട്ടിയ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് നോക്കുമ്പോൾ ഒട്ടുക്കത്തെ ചെളിയാണ്. ഓരോരുത്തർ വെള്ള ഷൂ ഇട്ട് വന്നതുകൊണ്ട് അതിൽ ചെളി പറ്റിക്കാതെ വേണം താഴോട്ട് പോകാൻ.
കുറച്ച് പേര് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവരോട് കാര്യമായിട്ട് ചോദിച്ചു എവിടെയാണ് സീക്രട്ട് വാട്ടർഫാൾ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പം അവരിൽ നിന്നും ഒരു സന്തോഷകരമായ വാർത്തയല്ല ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഈ സമയം ടൈഡ് കയറി വരുന്നുണ്ട്. അതായത് ടൈഡ് പെട്ടെന്ന് കയറി വരികയാണ്. സീക്രട്ട് വാട്ടർഫാൾ എന്ന് പറയുന്നതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അവർ കുറച്ച് നടന്നു നോക്കി, പറ്റാത്തതുകൊണ്ട് അവർ തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾ വിട്ടില്ല. ഞങ്ങൾ താവോട്ടിറങ്ങി. എല്ലാവരും പറന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ താവോട്ട് നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കല്ലുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ആ കാണുന്ന അങ്ങേ മൂലയ്ക്ക് അവിടെ എങ്ങാണ്ടാണ് സീക്രട്ട് വാട്ടർഫാൾ എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ എല്ലാവരും കൂടെ ചാടി കല്ലിൽ കൂടെ ഇറങ്ങി. വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പതുക്കെ മുന്നോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ മേ ബി വാട്ടർഫാൾ കണ്ടുവരുന്നവരായിരിക്കാം, അറിയില്ല. എന്തായാലും പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചോദിച്ചു നോക്കാം ഞങ്ങൾ വിചാരിച്ചു. വീഡിയോ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്പീഡിലാണ് പോകുന്നതെന്ന്. പക്ഷേ അതല്ല, വീഡിയോ സ്പീഡിലിട്ടതാണ്. ഇതിൽ വളർന്നു പോകാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ വേണം ആൾക്കാർ പോകുന്നിടത്ത് പോകാൻ. അല്ലെങ്കിൽ മുഖം കുത്തി കല്ലിലിടിച്ച് വെറുതെ ഉള്ള പല്ലെല്ലാം പോകും. എന്നാലും നമുക്ക് സീക്രട്ട് വാട്ടർഫാൾ കാണണം എന്നുള്ള ആ ഒരു എന്താ പറയുക ത്വര ഉള്ളതുകൊണ്ട് എല്ലാവരും അടിച്ചു വിട്ട് പോവുകയാണ്. ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ അവരോട് ചോദിച്ചു. അവരും ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് പോയിട്ടില്ല. കുറച്ച് അപ്പുറം വരെ പോയി വ്യൂസൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചു വരികയാണ്. എന്നാലും ഞങ്ങൾ വിചാരിച്ചു പോകാൻ പറ്റുന്നിടത്ത് വരെ പോവാന്ന്. എല്ലാവരുടെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ? എല്ലാവരും വിചാരിച്ചു ഇപ്പം വാട്ടർഫാൾ കാണാമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ പറഞ്ഞ പോലെ ടൈഡ് കയറി വരികയാണ്. കണ്ടാലേ അറിയാൻ നമുക്കധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാലും പറ്റുന്നത്ര മുന്നോട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക, ചെറിയ പൊത്തുകളും അതിനകത്ത് കൂടെ ചെറിയ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. എന്നാലും സീക്രട്ട് വാട്ടർഫാൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു കുറച്ചൊരു 300 മീറ്ററും കൂടെ അല്ലെങ്കിൽ ഒരു 100-200 മീറ്ററും കൂടെ അങ്ങോട്ട് പോകണമെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങോട്ടും ഇതേപോലെ തന്നെ ഈ കാണുന്ന സെയിം എന്താ പറയുക പാതയാണ്. ഇതിലെ കൂടെ ഇങ്ങനെ ചാടി ഇങ്ങനെ കയറി കല്ലിൻ്റെ മേലെ കൂടെ ഒക്കെ തന്നെ വേണം പോകാൻ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഈ കാണുന്ന പോലെ ഇവിടം വരെ ടൈഡ് കയറി വന്നു. അപ്പോൾ അപ്പുറത്തോട്ട് നമുക്ക് കടക്കാൻ പറ്റില്ല. ഇനി അഥവാ കടന്നാലും ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല, അവിടെ തന്നെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ഈ സ്പോട്ട് വരെ വന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒന്ന് കയറി കണ്ടു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ ഒന്നും കൂടെ ശ്രമിച്ചു, കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ശരിക്കും പറ്റില്ല. കാരണം ഓൾറെഡി നല്ല വെള്ളം കയറി വരുന്നുണ്ട്. അങ്ങോട്ട് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പോയത്. തിരിച്ച് വരുമ്പോൾ തന്നെ എൻ്റെ കാലിൽ നിറച്ചും വെള്ളമായി, പാൻ്റൊക്കെ നനഞ്ഞു. എങ്കിലും കുഴപ്പമില്ല, ഞാൻ ആ കാണുന്ന ആ എൻഡ് വരെ പോയി. അപ്പുറം എങ്ങാണ്ട് വാട്ടർഫാൾ. നമുക്ക് ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ, കാണാൻ പറ്റും. വേഗം വരുവോ? Nada de ഇവിടം വരെയാണ് ഞാൻ കയറിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നെ പറഞ്ഞ് പീഡിപ്പിച്ചു, ഇവിടെ അടയ്ക്കാൻ പോകുന്നൊക്കെ. എന്നാലും വേണ്ടില്ല, ഇനി ഇവിടം വരെ വന്നതിൽ തിരിച്ചു പോയേക്കെന്ന് കരുതി ഞാൻ എന്തായാലും ചാടി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സംഭവം സീക്രട്ട് വാട്ടർഫാൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഈ കാണുന്ന വ്യൂവും ഈ കടലും തിരയും ഈ ഒരു സ്ഥലമൊക്കെ വളരെ അടിപൊളിയാണ്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു.
ഒരു സമയവും നിങ്ങളുടെ ടൈമൊക്കെ അനുസരിച്ച് അതിൻ്റെ വ്യൂ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഭംഗി മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാവുന്നതാണ്. സീക്രട്ട് വാട്ടർഫാൾ കാണുന്നുണ്ടെങ്കിൽ ഈ ടൈഡൊക്കെ ഇല്ലാത്ത സമയത്ത് വന്നാലേ നടക്കുകയുള്ളൂ. കാരണം കുറേ ദൂരോട്ട് അങ്ങോട്ട് നടക്കാറുണ്ട്. ഈ കാണുന്ന ഈ സൈഡിൽ ഇങ്ങനെ ഒരു സൈഡിൽ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഈ വാട്ടർഫാൾ ഉള്ളത്. അതായത് ഈ സൈഡിൽ കൂടെ നമുക്ക് നടന്നു പോകാനുണ്ട്. അപ്പോൾ ആ ഒരു സമയം നോക്കി ടൈഡൊന്നും ഇല്ലാത്ത സമയത്ത് വേണം ഇത് വന്നാൽ സീക്രട്ട് വാട്ടർഫാൾ എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതുപോലെ സീക്രട്ട് വാട്ടർഫാൾ ഉണ്ട്. പക്ഷേ കാണണമെങ്കിൽ നമ്മൾ നേരത്തെ നല്ല കറക്റ്റ് സമയത്ത് വന്നാലേ ഇത് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ കാണിച്ച പോലെ ഇതിലേക്ക് നടന്ന് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിൽ പോകാം. ഓക്കെ, അവിടെ ഇറങ്ങാം. ബീച്ചിൽ പോകണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് പേര് കൂട്ടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ ആ ഒരു ആഗ്രഹം തീർത്തേക്കാം എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് കടലമ്മ കള്ളിന്നും അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചു. പക്ഷേ അതൊന്നും വായിക്കാനുള്ള കടലും വെള്ളവും അതുവരെ അവിടം വരെ എത്തിയില്ല. എങ്കിലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. 2-3 റീലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് ഒന്നും നോക്കിയില്ല. അടുത്ത ലക്ഷ്യം സ്ലീവ് ലേക്കാണ്. അങ്ങോട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. കടലമ്മ കള്ളി. ഇവിടുത്തെ കടലമ്മക്ക് ഇംഗ്ലീഷ് അറിയോ? അല്ല മലയാളം അറിയോ നോക്കാലോ. പക്ഷെ ഞാൻ മംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. Come on guys, let's go. അങ്ങനെ ഞങ്ങളുടെ ഡോണഗലിൻ്റെ പാർട്ട് 1 ഇവിടെ പൂർത്തിയാവുകയാണ്. ഞങ്ങൾ സീക്രട്ട് വാട്ടർഫാളിൻ്റെ അടുത്ത് വരെ വന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. അടുത്ത ലക്ഷ്യം ഞങ്ങൾ സ്ലീവ് ലേക്കാണ്. അപ്പോൾ ഞങ്ങൾ സ്ലീവിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. താഴോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമല്ല മേലോട്ട് കയറി പോകാൻ. നല്ല കയറ്റമായതുകൊണ്ട് വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. ഓക്കെ, ബൈ ബൈ.